നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ക്ലൈമറ്റ് ഓഫ് പെനിൻസുലർ പ്ലേറ്റു? പെനിൻസുലർ പ്ലേറ്റിൻ്റെ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? പോയിന്റ് ആയിട്ട് എഴുതുക. എന്തൊക്കെയാണ്? ട്രോപ്പിക്കൽ ലൊക്കേഷൻ, പിന്നെയോ പെക്യുലർ ഷേപ്പ് ഓഫ് ദി പെനിൻസുല, അല്ലേ? പെക്യുലർ ഷേപ്പ് ഓഫ് ദി പെനിൻസുല. ഇപ്പോൾ ട്രോപ്പിക്കൽ ലൊക്കേഷനാണ് ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. രണ്ടാമത്തെ എന്താണ്? ഷേപ്പ് ഓഫ് ദി പെനിൻസുലയാണ്. പിന്നെ എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം ദ ഓഷ്യൻ. ഓഷ്യനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. പിന്നെയോ ഓറിയൻറ്റേഷൻ ഓഫ് മൗണ്ടൻ റേഞ്ചസ്. പിന്നെന്താണ്? ഡയറക്ഷൻ ഓഫ് മൺസൂൺ വിൻഡ്. ഇതൊക്കെ എന്താണ്? പെനിൻസുലർ പ്ലേറ്റിൻ്റെ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ എന്തൊക്കെയാണ്? ട്രോപ്പിക്കൽ ലൊക്കേഷൻ, പെക്യുലർ ഷേപ്പ് ഓഫ് ദി പെനിൻസുല, ഡിസ്റ്റൻസ് ഫ്രം ദ ഓഷ്യൻ, ഓറിയൻറ്റേഷൻ ഓഫ് മൺസൂൺ റേഞ്ചസ്, പിന്നെന്താണ്? ഡയറക്ഷൻ ഓഫ് മൺസൂൺ വിൻഡ്. ഇതൊക്കെയാണ് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പെനിൻസുലർ പ്ലേറ്റിൻ്റെ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 21st ക്വസ്റ്റ്യൻ. വാട്ട് ആർ ഗിൽഡ്? എന്താണ് ഗിൽഡുകൾ? വാട്ട് ആർ ദെയർ റെസ്പോൺസിബിലിറ്റി? അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? എന്താണ് ഗിൽഡ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ആദ്യകാലത്ത് എന്തായിരുന്നു? മനുഷ്യർ അഗ്രികൾച്ചർ മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അവർ എന്ത് ചെയ്തു? അവർ മറ്റുള്ള ഒക്യുപ്പേഷനിലേക്ക്, മറ്റുള്ള ജോലികളൊക്കെ കണ്ടുപിടിച്ച് അതിലേക്ക് അവർ എൻഗേജ്ഡ് ആയി. അങ്ങനെ അവർ പുതിയ തൊഴിലുകൾ കണ്ടുപിടിച്ച് അവർ എൻഗേജ്ഡ് ആയപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ തൊഴിലുകൾ ഒരു പ്രത്യേക ഒരു അസോസിയേഷൻ അവരതിന് വേണ്ടിയിട്ട് ഫോം ചെയ്തു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിങ്ങനെ ഗിൽഡ്സ് എന്ന് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ എന്താണ് ഗിൽഡ്സ്? പീപ്പിൾ എൻഗേജ്ഡ് ഇൻ വേരിയസ് occupation, അല്ലേ? ഫോംഡ് their own association known as എന്താണ്? ഗിൽഡ്സ്. അപ്പോൾ എന്താണ് ഗിൽഡ്സ് എന്ന് പറഞ്ഞാൽ? പീപ്പിൾ എൻഗേജ്ഡ് ഇൻ വേരിയസ് ഒക്യുപ്പേഷൻ ഫോംഡ് ദെയർ ഓൺ അസോസിയേഷൻ. ഓരോ തൊഴിലുകൾ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ അവരതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു അസോസിയേഷൻ ഫോം ചെയ്തു, അല്ലേ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗിൽഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഗിൽഡ്സ് എന്ത് ചെയ്തു? അവരുടെ റൂളേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്തു. പിന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരുന്നു? കളക്റ്റിംഗ് റോ മെറ്റീരിയൽ, അല്ലേ? കളക്റ്റിംഗ് റോ മെറ്റീരിയൽ. പിന്നെയോ കൺട്രോളിംഗ് പ്രൊഡക്ഷൻ ആൻഡ് ബ്രിങ്ങിങ് പ്രോഡക്ട്സ് ടു ദ മാർക്കറ്റ്, അല്ലേ? എന്തൊക്കെയാണ്? അവർ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക, പിന്നെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുക, പിന്നെ ബ്രിങ്ങിങ് പ്രൊഡക്ട്സ് ടു ദ മാർക്കറ്റ്, പ്രൊഡക്ട്സൊക്കെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഗിൽഡ്സ് എന്ന് പറഞ്ഞാൽ? അതായത് അവരുടെ ഒക്യുപ്പേഷൻ, എല്ലാവരും വേറെ തൊഴിലുകൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരുടേതായ ഒരു അസോസിയേഷൻസ് ഫോം ചെയ്യുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗിൽഡ് എന്ന് പറയുന്നത്. പിന്നെ അവരതിനകത്ത് നിന്ന് അവർക്കൊരു റൂളറിനെ റെക്കഗ്നൈസ് ചെയ്യുകയും പിന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? ഈ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക, പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുക, പിന്നെ പ്രോഡക്ട്സൊക്കെ മാർക്കറ്റിലേക്ക് എത്തിക്കുക. ഇതൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും?
ഓക്കെ, അപ്പോൾ നമുക്ക് 22nd ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ. ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദി ടെർഷറി സെക്ടർ ടു ദ ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് അതർ സെക്ടേഴ്സ്. വാട്ട് ആർ ദ റീസൺ ഫോർ ദിസ്? മറ്റുള്ള സെക്ടേഴ്സിനെ അപേക്ഷിച്ച് ടെർഷറി സെക്ടേഴ്സ് ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഗ്രോസ് വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അതിനേക്കാൾ കൂടുതലാണെന്നാണ് പറയുന്നത്. അതിനുള്ള റീസൺ എന്തായിരിക്കും? നമുക്കറിയാം ടെർഷറി സെക്ടറിൽ വരെ ഹോസ്പിറ്റലും എഡ്യൂക്കേഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ അല്ലേ, ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ എന്ത് ചെയ്യും? വർക്കിംഗ് ടു എൻഷുർ പ്രോഗ്രസ് ഇൻ ദ ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലേ. പിന്നെ അതാണ് ദ ഗ്രോത്ത് ഓഫ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സിസ്റ്റം അല്ലേ. ദ ഗ്രോത്ത് ഓഫ് banking and insurance system driving the country's trade and commerce sectors അല്ലേ. കൺട്രിയുടെ ട്രേഡിനെയും കൊമേഴ്സ് സെക്ടറിനെയും ഡ്രൈവ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ബാങ്കിങ്ങിൻ്റെ ഗ്രോത്തിങ്ങും ഇൻഷുറൻസ് സിസ്റ്റം ഒക്കെ എന്താണ് ദ സിസ്റ്റം ഡ്രൈവിംഗ് ദ കൺട്രീസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് സെക്ടർ. പിന്നെ എന്താണ് ന്യൂ ഡെവലപ്മെൻറ്റ് ട്രെൻഡ്സ് ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെക്ടേഴ്സ്. പിന്നെന്താണ് ന്യൂ ഡെവലപ്മെൻറ്റ് ട്രെൻഡുകൾ കൊണ്ടുവരുന്നത് ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെക്ടറിൽ അല്ലേ. ന്യൂ ഡെവലപ്മെൻറ്റ് ട്രെൻഡ്സ് ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെക്ടർ അല്ലേ. പിന്നെ എന്തൊക്കെയാണ്? പിന്നെ ദ ഗ്രോത്ത് ഓഫ് ടൂറിസം സെക്ടർ. പിന്നെയോ ദ ഗ്രോത്ത് ഓഫ് നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. എന്താണ് ഹോസ്പിറ്റൽസ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നു? വർക്കിംഗ് ടു എൻഷുർ പ്രോഗ്രസ് ഇൻ ദ ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടേഴ്സ്. രണ്ടാമത്തെയോ ദ ഗ്രോത്ത് ഓഫ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സിസ്റ്റം ഡ്രൈവിംഗ് ദ കൺട്രീസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് സെക്ടർ. പിന്നെയോ ന്യൂ ഡെവലപ്മെൻറ്റ് ട്രെൻഡ്സ് ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെക്ടർ അല്ലേ. ട്രാൻസ്പോർട്ടിലും കമ്മ്യൂണിക്കേഷൻ സെക്ടറിലും ന്യൂ ഡെവലപ്മെൻറ്റ്സ് വരുന്നു. പിന്നെ എന്താണ് ദ ഗ്രോത്ത് ഓഫ് ടൂറിസം സെക്ടറിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ദ ഗ്രോത്ത് ഓഫ് നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസിൻ്റെയൊക്കെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് എന്ത് ഗ്രോസ് വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെർഷറി സെക്ടർ മറ്റുള്ള സെക്ടറിനേക്കാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ കൂടുതൽ കൊടുക്കുന്നു എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. ഇതൊരു നിങ്ങൾ കുറച്ച് എഴുതേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. 23rd ക്വസ്റ്റ്യൻ നോക്കൂ. അനലൈസ് ദ ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം ആൻഡ് എക്സ്പ്ലെയിൻ യുവർ കൺക്ലൂഷൻ. എന്ത് നമ്മളോട് എഴുതാൻ പറയുകയാണ്? ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം. നിങ്ങൾക്കറിയാം എന്താണ് ഫെഡറലിസത്തിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പോയിൻ്റായിട്ട് നമുക്ക് എഴുതാം. എന്താണ് സുപ്രീമസി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സുപ്രീമസി. പിന്നെയോ സിംഗിൾ സിറ്റിസൺഷിപ്പ്. പിന്നെ എന്താണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ആണ് അല്ലേ, ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. പിന്നെയോ പവേഴ്സ് എങ്ങനെയാണ്? ഡിവിഷൻസ് ഓഫ് പവേഴ്സ് എങ്ങനെയാണ്? ഡിവിഷൻസ് ഓഫ് പവർ എങ്ങനെയാണ്? ബിറ്റ്വീൻ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലേ, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. പിന്നെന്താണ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി അല്ലേ, ഇൻഡിപെൻഡൻറ്റ്
ആൻഡ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി. പിന്നെന്താണ് ക്വാസി ഫെഡറൽ സിസ്റ്റമാണ് അല്ലേ, ക്വാസി ഫെഡറൽ സിസ്റ്റമാണ്. അപ്പോൾ എന്താണ് ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം? ഒന്നെന്താണ് സുപ്രീമസി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സുപ്രീമസി, സിംഗിൾ സിറ്റിസൺഷിപ്പാണ് അല്ലേ, ഒറ്റ പൗരത്വേ ഉള്ളൂ. പിന്നെ ബൈക്യാമറൽ ലെജിസ്ലേച്ചറാണ്. പിന്നെന്താണ് ഡിവിഷൻസ് ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ആരൊക്കെയാണ്, സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറിയാണ്. പിന്നെന്താണ് ക്വാസി ഫെഡറൽ സിസ്റ്റമാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ ഫീച്ചേഴ്സ് എഴുതാം. ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും. പിന്നെ അതിൽ തന്നെ ഓർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം കേട്ടോ. ഒന്നെങ്കിൽ ആ ക്വസ്റ്റ്യൻ എഴുതാം, അല്ലെങ്കിൽ തൊട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നത് എഴുതാം. ഫെഡറൽ സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ. ഇനി നമുക്ക് നോക്കാം. റൈറ്റ് അബൌട്ട് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ. നാഷണൽ കമ്മീഷൻ ഫോർ വുമൻസിന് വേണ്ടിയിട്ടുള്ള നാഷണൽ കമ്മീഷനെ കുറിച്ച് എഴുതാതെ അപ്പോൾ അത് എഴുതുമ്പോൾ അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ നിങ്ങൾ എഴുതണം. എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1992 January 31 അല്ലേ, January 31. ദ കമ്മീഷൻ ഫൗണ്ടഡ് ഇൻ 1992 January 31. 1992 January 31 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. പിന്നെ വിമൻസിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇനീക്വാലിറ്റിയും ഡിസ്ക്രിമിനേഷൻ, വിമൻസ് ഫേസ് ചെയ്യുന്ന ഇനീക്വാലിറ്റിനെ കുറിച്ചും ഡിസ്ക്രിമിനേഷനെ കുറിച്ചുള്ള സജഷൻസൊക്കെ നൽകുന്നുണ്ട്. പിന്നെ വുമൻസ് റൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള ലോസൊക്കെ പ്രൊപ്പോസൽസൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് വിമൻസ് നേരിടുന്ന ഒരുപാട് പ്രോബ്ലംസിന് ഇഷ്യൂസിന് സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ എന്താണ് ജെൻഡർ ജസ്റ്റിസിനെതിരെ ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. പിന്നെ ജെൻഡർ ജസ്റ്റിസിന് വേണ്ടിയിട്ട് പിന്നെ വിമൻസിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് പോളിസീസിൻ്റെ ഫോർമേഷനൊക്കെ വേണ്ടിയിട്ടുള്ള മാറ്റേഴ്സ് കൺസേൺ ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ്റെ റോൾ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതെന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നൊക്കെയാണ് നിങ്ങൾ ഇതിനകത്ത് എഴുതേണ്ടത്. മനസ്സിലായല്ലോ. മെയിനായിട്ട് വിമൻസിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഉള്ള ഇതിന് വേണ്ടിയിട്ടാണ് കമ്മീഷൻ രൂപീകരിച്ചത് അല്ലേ. എക്സാം ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആൻഡ് ലോസ് ഫോർ സേഫ്റ്റി ഓഫ് വുമൺ അല്ലേ. പിന്നെന്താണ് ഇനീക്വാലിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഫേസ്ഡ് ബൈ വുമൺ. ഇനീക്വാലിറ്റിയും ഡിസ്ക്രിമിനേഷനും വുമൻസ് ഫേസ് ചെയ്യുന്ന ഇനീക്വാലിറ്റിയും ഡിസ്ക്രിമിനേഷനും വേണ്ടി അതിനൊക്കെയുള്ള സജഷൻസ്. പിന്നെ വിമൻസ് നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്യാം. ഇതൊക്കെയാണ് എന്തെന്ന് പറയണത് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഇതെന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി 24th ക്വസ്റ്റ്യൻ നോക്കൂ. 24th ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതുപോലെ ഇത് ഇച്ചിരി വിശദീകരിച്ച് എഴുതണം കേട്ടോ എല്ലാവരും. ഞാൻ പോയിന്റുകൾ മാത്രം അങ്ങനെ പറയുന്നുള്ളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് സോയിൽ ഫൗണ്ട് ഇൻ ദ പെനിൻസുലാർ പ്ലേറ്റ്യൂ? എന്താണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് സോയിൽസ് ആണ് പെനിൻസുലാർ പ്ലേറ്റ്യൂവിൽ കാണുന്നത്? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുക. ഏതൊക്കെ സോയിലാണ് നിങ്ങൾക്കറിയാം? ഏതൊക്കെയാണ്? പെനിൻസുലാർ പ്ലേറ്റ്യൂവിലുള്ള ബ്ലാക്ക് സോയില്, റെഡ് സോയില്, പിന്നെ ലാറ്ററൈറ്റ് സോയില്, പിന്നെന്താണ് മൗണ്ടെയിൻ സോയില്. ഇതൊക്കെ എവിടെയാണ് കാണപ്പെടുന്നത്? ഇത് റീജിയൻസിലാണ്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്താണെന്നൊക്കെ ബ്രീഫായിട്ട് എഴുതുക. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇനി ലാസ്റ്റ് ഓർ ക്വസ്റ്റ്യൻ ആണ്. ഒന്നെങ്കിൽ ആ ക്വസ്റ്റ്യൻ എഴുതാം, അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ എഴുതാം. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ വേരിയസ് സ്കീംസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഇൻ ദ ഹെൽത്ത് സെക്ടർ. എന്താണ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഹെൽത്ത് സെക്ടറിന് വേണ്ടി, അതായത് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന സ്കീമുകളെക്കുറിച്ച് ഒരു നോട്ട് എഴുതുക. അപ്പോൾ എല്ലാ സ്കീമും ഉൾപ്പെടുത്തി വേണം നോട്ട് എഴുതാൻ. അപ്പോൾ സ്കീമുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ സ്കീമാണ് എന്ത്? PMBJP. എന്താണ് PMBJP? ഇതിൻ്റെ ഫുൾ ഫോം എന്താ? പ്രധാൻ മന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന. പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന. ഈ സ്കീം ലോഞ്ച് ചെയ്തത് 2008. ഇത് എന്തിനാണ് ലോഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ പ്രൊവൈഡ്
provide affordable generic medicine to people. ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ മെഡിസിൻസ് ലഭ്യമാക്കാനുള്ള ഒരു സ്കീമായിരുന്നു ഇത്. PMBJP, പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന. രണ്ടാമത്തത് ഏതാണ്? നാഷണൽ ഹെൽത്ത് മിഷൻ. നാഷണൽ ഹെൽത്ത് മിഷൻ ഈ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് 2013. ഈ സ്കീം ലോഞ്ച് ചെയ്തത് 2013. അടുത്തതാണ് എന്ത്? മിഷൻ ഇന്ദ്രധനുഷ്. മിഷൻ ഇന്ദ്രധനുഷ്. ഈ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്ത് 2014. ഇതെന്താണെന്ന് വെച്ചാൽ ഫ്രീ വാക്സിനേഷൻ കൊടുക്കാനാണ്. ഫ്രീ വാക്സിനേഷൻ ഫോർ പ്രഗ്നൻറ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ. കുട്ടികൾക്കും ഗർഭിണികളായ സ്ത്രീകൾക്കും ഫ്രീ വാക്സിനേഷന് വേണ്ടിയിട്ടുള്ള സ്കീമായിരുന്നു എന്ത്? മിഷൻ ഇന്ദ്രധനുഷ്. അടുത്തതാണ് എന്തെന്ന് പറഞ്ഞത്? സ്വച്ഛ് ഭാരത് അഭിയാൻ. സ്വച്ഛ് ഭാരത് അഭിയാൻ. സ്വച്ഛ് ഭാരത് അഭിയാൻ ഇത് ലോഞ്ച് ചെയ്തത് 2014. ഇതിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ ടു ഇംപ്രൂവ് പബ്ലിക് ഹെൽത്ത് ത്രൂ പ്രൊമോട്ടിങ് ക്ലീൻലിനെസ് പ്രൊമോട്ട് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യണം? പബ്ലിക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തൊരു സ്കീമാണ് PMMVY, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഇത് 2017 ലോഞ്ച് ചെയ്തത്. പിന്നെ അടുത്ത ഒരെണ്ണമാണ് PMJAY, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഇത് 2018. പിന്നെ പോഷൻ അഭിയാൻ മറ്റൊരു സ്കീമാണ്. എന്ത്? പോഷൻ അഭിയാൻ. ഇത് 2018 തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് സ്കീമുകൾ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഷോർട്ട് നോട്ടായിട്ട് എഴുതുക. പിന്നെ കേരള ഗവൺമെൻറ് ഒരുപാട് സ്കീംസ്, റീഫോംസും സ്കീംസും ഹെൽത്തിൻ്റെ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പെട്ടാണ് എന്ത്? ആരോഗ്യ കേരളം, ഹെൽത്ത് ഇൻഷുറൻസ്, ആശാ വർക്കേഴ്സിൻ്റെ അവർ സോഷ്യൽ ഹെൽത്ത് ആക്ടിവിറ്റീസ്റ്റായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത്. പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, പിന്നെ മദർ ആൻഡ് ചൈൽഡ് ഹെൽത്ത്, അങ്ങനെ പിന്നെ ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാംസ്, മാസ് ഡിജിറ്റൽ ഹെൽത്ത്, ഷോർട്ട് ടൈം ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സ്, ഇതൊക്കെ കേരളവും ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. ഹെൽത്തിൻ്റെ ഫീൽഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് സ്കീമുകളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നോട്ട് എഴുതാനാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്.